ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 8th. ഓക്കെ, 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാർട്ട് 1 ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമുക്ക് നോക്കാം. എന്താണ് യൂണിറ്റ് 1? ഹ്യൂസ് ആൻഡ് വ്യൂസ് ആണ് അല്ലേ. നിറങ്ങളും കാഴ്ചകളും ആണ് അല്ലേ. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളേഴ്സ് അല്ലേ, നിറങ്ങളാണ് അല്ലേ. ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. അതിലെന്താണ് ഫസ്റ്റ് പറയുന്നത് നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഈ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ത് നിങ്ങൾ കാണുന്നത്? ഒരാളെ രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷെ ശരിക്കും എന്താന്ന് നോക്കിയാൽ ഒരാൾ കുതിരപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, കണ്ട് ഒരാളിവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അല്ലേ കാണുന്നത്. പക്ഷെ അങ്ങനെ വെച്ചിട്ട് ഒരാൾ രൂപമാണ് കാണുന്നത് അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി ആയിട്ട് നല്ല ശ്രദ്ധാപൂർവം അടുത്ത് നിന്ന് നോക്കിയാൽ ഇതിലെന്താ നിങ്ങൾക്ക് കാണുന്നത്? ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മിനിറ്റ് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് വരച്ച ആള് ആ ശരിക്കുള്ള ചിത്രം നമ്മളെ ഫസ്റ്റ് സൈറ്റിൽ നിന്ന് തന്നെ മറച്ചു വെച്ചത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ചാപ്റ്റർ നോക്കൂ. ദ മിസ്റ്റീരിയസ് പിക്ചർ ആണ് കേട്ടോ. എന്താ? നിഗൂഢമായ ചിത്രം. ഓക്കെ, ലെറ്റ് us read a story. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ കേട്ടോ. ലെറ്റ് us read a story from the legend of the glorious adventure of Till Eulenspiegel. It narrates an interesting episode from the life of an artist. എന്താണ് പറയുന്നത്? ലെറ്റ് us read a story. ഒരു സ്റ്റോറി നമുക്ക് വായിക്കാം അല്ലെ. ഗ്ലോറിയസ് അഡ്വഞ്ചർ ഓഫ് ടിൽ ഉലംസ്പീച്ചൽ എന്ന് പറഞ്ഞ ആളെ അഡ്വഞ്ചറാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം അല്ലേ. അയാളെ ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് അല്ലേ അത് വിവരിക്കുന്നത്. നോക്കാം നമുക്ക്. ടിൽ എന്ന് പറഞ്ഞ ഒരാളെ പേരാണ് കേട്ടോ. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട്. എന്താണ്? ഈ രാജ്യങ്ങൾ തോറും, അതായത് സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ അയാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ് അല്ലേ. അയാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കോർട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ മാറി പ്ലേസ് ടു പ്ലേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്താണ് ഓരോ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. എന്താണ് ഇയാള് എവിടേക്കാ? ആർച്ച് ഡ്യൂക്ക് അല്ലേ, ബാറ്റൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് പാലസിലേക്കാണ് അയാൾ ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓൺ ഹിസ് ഡോങ്കി. എന്താണ്? ഡോങ്കിൻ്റെ മേലെ അല്ലേ. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. എന്താണ്? അയാളുടെ ഡ്രസ്സും അതുപോലെ അയാളെ കാഴ്ചയിലുള്ള ഫസ്റ്റ് അപ്പിയറൻസ് ഒക്കെ അട്രാക്ട് ചെയ്യില്ല, എല്ലാവരും ശ്രദ്ധയും അയാളെ ആകർഷിക്കുന്നതായിരുന്നു അല്ലേ. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. അയാളെ ക്യാപ്പ്, അയാളെ തൊപ്പി എന്താണ്? അയാളുടെ തലയിൽ സ്മാർട്ട്ലി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. പിന്നെന്താ? 3 നല്ല ഫെദേഴ്സ്, തൂവലുകൾ അല്ലേ, അതിങ്ങനെ ഇളങ്കാറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളെ തൊപ്പിയിലുണ്ടായിരുന്നതായിരിക്കും അല്ലേ ഫെദേഴ്സ്. ഫെദർ എന്ന് പറഞ്ഞാൽ തൂവലുകൾ അല്ലേ. അപ്പോൾ അതിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അല്ലേ. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്. എന്താണ് മെയിൻ എൻട്രൻസ് ടു ദ പാലസ്? ആ പാലസിന്റെ മെയിൻ എൻട്രൻസ് മുൻ കവാടത്തിൽ തന്നെ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. എന്താണ്? ഗാർഡ്സിന്റെ ക്യാപ്റ്റൻ ഉണ്ടാവും അല്ലേ ആ പാലസിന്റെ മുന്നിൽ തന്നെ. പാലസ് പറഞ്ഞാൽ കൊട്ടാരം അല്ലേ. കൊട്ടാരത്തിന് മുന്നത്തെ ആ ഗേറ്റിൽ തന്നെ എന്താണ്? ഗാർഡുകളെ ക്യാപ്റ്റൻ ഉണ്ട്. അപ്പൊ അയാളെ വിളിച്ചു അല്ലേ. ഹേ ദർ യു ഫെലോ ഓൺ ദ ഡോങ്കി. എന്താണ്? ഹേ ദർ എന്താണ്? അവിടെ നിൽക്കുക. എന്താണ്? ഡോങ്കിന്റെ മേലുള്ള ഫ്രണ്ട്സ് എന്ന് വിളിക്കുകയാണല്ലേ, ഫ്രണ്ട് എന്ന് വിളിക്കുകയാണല്ലേ. അവിടെ നിൽക്കാൻ പറഞ്ഞു അല്ലേ. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. എന്താണ്? ഞങ്ങൾ ആരും ഇവിടേക്ക് അലോ ചെയ്യൂല, അനുവദിക്കൂല. എന്ത്? ഇങ്ങനെ ലോഫേഴ്സിന്. ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അലഞ്ഞു നടക്കുന്നതാണ് അല്ലേ. അതായത് ജോലി ചെയ്യാതെ കറങ്ങി നടക്കുന്ന എന്നൊക്കെ പറയൂല്ലേ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ എന്താണ്? പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞില്ലേ. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൻസ്. നീയും നിന്റെ ഡോങ്കിയും എന്താണ്? ഓൾറെഡി എന്താണ്? ഒരു സ്കെൽട്ടൻ പോലെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ദ ക്യാപ്റ്റൻ ആൻഡ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. എന്താണ്? ക്യാപ്റ്റനും ഗാർഡ്സും എന്തൊക്കെ? എന്താ? ഗാർഡ്സിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? വലിയ നല്ല ടോളായിട്ടുള്ള നീളമുള്ള ഹൈറ്റുള്ള ഒരാളാണ്. പിന്നെ വെൽ ബിൽറ്റ് ആണ്. റെഡ് ഹെയർഡ് മാൻ ആണല്ലേ. പിന്നെ അയാളുടെ മുടിയൊക്കെ എന്താ? റെഡ് കളറാണ്. പിന്നെ 25 വയസ്സായിട്ടാണ്, 25 വയസ്സായാണ് തോന്നിക്കുന്നത് അല്ലേ അയാളെ. പിന്നെന്താണ്? അയാൾ നല്ല ഹാൻസം ആയിട്ട് നല്ല ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അയാളുടെ യൂണിഫോം ആണ് അല്ലേ, ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം.
പിന്നെ ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. എന്താണ് ടില്ല് എന്താക്കി അയാളങ്ങനെ നോക്കിയത്, ശാന്തമായിട്ട് അയാളങ്ങനെ നോക്കി. എന്നിട്ട് എന്താക്കിയ ഈ ഡോങ്കിന്റെ മേലെ നിന്ന് ഡിസ്മൗണ്ടഡ് ഇറങ്ങി അല്ലെ. ഹി ബൗഡ് ലവ് ആൻഡ് സെഡ്. അപ്പൊ അവൻ എന്താക്കി ഒന്ന് കുനിഞ്ഞിട്ട് ഒന്ന് സംസാരിച്ചു. എന്താണ് മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ, എന്താണ് ഞാൻ സ്കെൽട്ടനെ പോലെ ഉണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് നോട്ട് മൈ ഫാൾട്ട്, ഇതിന്റെ ഫാൾട്ട് തെറ്റല്ല. ഐ ആം വെരി ഹംഗ്രി, എന്താണ് ഞാൻ വിശക്കുന്ന നിൽക്കുകയാണ് അല്ലെ. ഐ ഹാവ് കം, ഇവിടെ എന്താണ് ഐ ഒരു കോമട്ടിട്ട് വി എന്നിട്ട് എന്താ ഐ ഹാവ് അല്ലെ. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു, എന്താണ് ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണ് ഒരു നിർബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അങ്ങോട്ട് വന്നത്. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ഗോൾഡ് കോട്ട് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, എന്താണ് നിങ്ങളിട്ട ഡ്രസ്സിൽ നിന്ന് ഒരു ചെറിയൊരു ഗോൾഡിന്റെ പീസ് എനിക്ക് തരികയാണെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത് ആൻഡ് ദാറ്റ് ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചേഴ്സ് ഷോപ്പ് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്, അയാൾ ഭയങ്കരമായിട്ട് വിസ്തീരിച്ച് ഒരു എന്താണ് പറയാ ഒരു ഭാവനയിൽ ഒരു സാഹിത്യ രൂപത്തിലാണ് അയാൾ പറയുന്നത് അല്ലെ. നിങ്ങളുടെ യൂണിഫോമിന്റെ കോട്ടിൽ നിന്ന് ഒരു ഗോൾഡ് കഷ്ണം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ പോയിട്ട് എന്താണ് ഞാൻ വരുന്ന ബൈക്ക് എന്താണ് ഒരു മട്ടന്റെ വലിയ ലാർജ് ലെഗ് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്റെ പല്ലിനത് ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഞാനത് വാങ്ങിയിട്ട് എന്താക്കും ആ ബച്ചൂർ ഷോപ്പിലാണ് തൂക്കിക്കിടക്കുന്നത് അല്ലെ. അത് വാങ്ങി എനിക്ക് കഴിക്കാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഗോൾഡ് കോയിൻ കിട്ടിയാൽ. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ, എന്താണ് ഈ ക്യാപ്റ്റന് വേറൊരു ഓഫീസറുമായിട്ട് ഗെയിം കളിക്കുക, ചെസ് കളിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ, അപ്പൊ എന്താക്കി അയാള് നല്ല ക്യൂരിയസ് ആയിട്ട് എന്താക്കി ഈ ടില്ലിനെ എങ്ങനെ നോക്കി അല്ലെ. വേർ ഡു യു കം ഫ്രം ഹി ആസ്ക്ഡ്, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നേ, ഫ്രം ഫ്ലാൻഡേഴ്സ് റിപ്ലൈഡ് ഷീൽ, എന്താണ് ഞാൻ ഫ്ലാൻഡേഴ്സ് എന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലേ. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അല്ലെ, അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നോക്കി ഇത് ആരത് എഴുതിയത്, ചാൾസ് ഡി കോസ്റ്റർ എഴുതിയിരിക്കുന്നത് അല്ലെ. ദ ഫാദർ ഓഫ് എ ബെൽജിയൻ ലിറ്ററേച്ചർ വാസ് ബോൺ ഇൻ മുനീഷ്. ഹിസ് മാസ്റ്റർ പീസ് ഈസ് ദ ലെജൻഡ് ഓഫ് ടിൽ ഉലൻസ്പീജൽ ആൻഡ് ലാമ ജിയോഡ്സാക്ക്. ഇതൊക്കെയാണ് അയാൾ മാസ്റ്റർ പീസ് ആയിട്ട് അയാൾ എഴുതിയ കഥകളിൽ അല്ലെ. എ 16th century romance which was a barely read in Belgium because it did not meet up to the conventional standards of Belgian nationalism, but it gained popularity all over the world. It is considered as one of the classics in Belgian literature. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ഈ ചാൾസ് ഡി കോസ്റ്റർ എഴുതിയ ആളാണ് അല്ലെ. എന്താണ് ബെൽജിയൻ ലിറ്ററേച്ചറിന്റെ ഫാദർ ആണ് ഇയാള് അല്ലെ, ചാൾസ് ഡി കോസ്റ്റർ. വാസ് ബോൺ ഇൻ മുനീഷ് അല്ലെ, മ്യൂണിക്കിലാണ് എന്താണ് ജനിച്ചത്. ഹിസ് മാസ്റ്റർ പീസ് ഇസ് ദ ലെജൻഡ് ഓഫ് ദ ടിൽ ഉലൻസ്പീജൽ ആൻഡ് ലാമ ഗോഡ്സാക്ക്, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. എ 16th century romance which was barely read in Belgium because it did not meet up to the conventional standards of Belgian nationalism. എന്താണ് ഈ ബെൽജിയൻ ദേശീയതയുടെ സാമ്പ്രദായിക മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ എന്താണ് ഈ അദ്ദേഹത്തിന്റെ ബെൽജിയത്തിൽ വായിക്കപ്പെടാത്ത ഒരു 16ാം നൂറ്റാണ്ടിലെ പ്രണയകഥയായ ദി ലെജൻഡ് ഓഫ് ടൈൽ ഉലൻസ്പേക്കും അതുപോലെ ലാം ഗോഡ്സാക്കും എന്താണ് അത് എന്താണ് പറഞ്ഞ് ഈ ദേശീയ സാമ്പ്രദായിക മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ എന്താക്കി അത് അവിടെ നിന്ന് അല്ലെ. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു അത് അല്ലെ. എന്നാൽ ഇത് ലോകമെമ്പാടും എന്താണ് പിന്നെ പ്രശസ്തി നേടി. എന്താണ് അവിടെ മാത്രം പ്രശസ്തി നേടിയില്ല, പക്ഷെ ഇതെന്താണ് ഇത് മൊത്തമായിട്ട് പ്രശസ്തി നേടി. ബട്ട് ഇറ്റ് ഗെയിൻ പോപ്പുലാരിറ്റി ഓൾ ഓവർ ദ വേൾഡ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ക്ലാസിക് ഇൻ ബെൽജിയൻ ലിറ്ററേച്ചർ. എന്താണ് ഇത് ബെൽജിയൻ ലിറ്ററേച്ചറിലെ എന്താണ് ക്ലാസിക്കുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, ചാൾസ് ഡി കോസ്റ്റർ ആണ് ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ. ഓക്കെ, ദെൻ ഇനി നമ്മളെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാം അല്ലെ. അപ്പൊ ഇയാളോട് ചോദിച്ചാൽ നിങ്ങൾ എവിടുന്നാ വരുന്നത് അല്ലെ. അപ്പൊ ഫ്രം ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞല്ലേ. റിപ്ലൈ ടിൽ, വാട്ട് ഡു യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അല്ലെ. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിന്റിങ്സ്. ഐ ആം എ പെയിന്റർ. എന്താണ് എനിക്ക് എന്താണ് നിങ്ങളുടെ ഹിസ് ഹൈനസ് പറഞ്ഞ രാജാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് ആർച്ച് ഡ്യൂക്കിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സാധനം കാണിക്കാനുണ്ട്. എന്താ വെച്ചാൽ എന്റെ ഒരു പെയിന്റിങ്ങിൽ ഒന്നാണത് അല്ലെ. ഞാനൊരു പെയിന്റർ ആണെന്ന് പറഞ്ഞ അയാൾ അല്ലെ. വെൽ ഇഫ് യു ആർ എ പെയിന്റർ
and if you come from Flanders, you may come in, said the captain somewhat impressed. എന്താണ് അദ്ദേഹത്തിന് ഭയങ്കര സ്വീകരണം കൊടുത്തില്ലേ. ഫ്ലാൻഡേഴ്സിലെ പെയിന്റർമാരൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പം അവിടെ നിന്നുള്ള ഈ പെയിന്റർ ആണെന്ന് കേട്ടപ്പോൾ എന്താക്കി, നിങ്ങളൊരു പെയിന്റർ ആണോ, വരൂ, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ഷണിക്കലൊക്കെ അയാളെ എന്താണ് ഇംപ്രസ് ആയിപ്പോയി അല്ലേ. The captain knew that Flemish painters and their pictures were in great demand all over Europe. എന്താണ് ക്യാപ്റ്റൻ അറിയാം അല്ലെ, ഈ ഫ്ലാൻഡേഴ്സ് ഉള്ള പെയിന്റേഴ്സിന് അല്ലെ, ഫ്ലാൻഡേഴ്സിലെ പെയിന്റേഴ്സിന് എന്താ ഫ്ലെമിഷ് പെയിന്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അവര് ഫ്ലെമിഷ് പെയിന്റേഴ്സ്, ഈ ഫ്ലെമിഷ് പെയിന്റേഴ്സും അവരുടെ പിക്ചർ എന്താണ് ഭയങ്കര ഡിമാൻഡാണ് അല്ലെ. യൂറോപ്പിൽ മൊത്തമായിട്ട് ഭയങ്കര ഡിമാൻഡുള്ള എന്താണ് പെയിന്റേഴ്സ് ആണ് അല്ലെ അവര്. അത് ഈ ക്യാപ്റ്റൻ അറിയാം. അപ്പൊ യൂറോപ്പിൽ മൊത്തം ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് അല്ലെ ഈ അവരുടെ ചിത്രങ്ങൾ അല്ലെ. ഫ്ലെമിഷ് പെയിന്റേഴ്സിന്റെ ചിത്രങ്ങള് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് യൂറോപ്പിൽ മൊത്തം അല്ലെ. അത് ക്യാപ്റ്റൻ അറിയാം. ടിൽ വാസ് പ്രസന്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക് അല്ലെ. ടില്ല് എന്താക്കിയ ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിൽ കൊണ്ടുപോയി, പ്രസന്റ് ചെയ്ത് പറഞ്ഞാൽ എത്തിച്ചു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times. എന്താണ് ടില്ല് എന്താക്കി, ആർച്ച് ഡ്യൂക്കിനെ 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്ത്. ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബോർഡ്. എന്താക്കി, പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ തല കുനിച്ച് ഇങ്ങനെ നിന്ന് അല്ലെ. എന്നിട്ട് മേ യുവർ ഹൈനസ് പാർഡൺ മീ for my rashness in thinking that one of my paintings will please your highness. I have brought a picture of our lady, the Virgin, in her royal robes. I have painted it especially so that I might lay at your noble feet. എന്താണ് പറയുന്നത്, മേ യുവർ ഹൈനസ് അല്ലെ. എന്താണ് രാജാക്കന്മാരൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങുന്നേന്നൊക്കെ വിളിക്കുന്നില്ലേ, അതേപോലെ തന്നെ മേ യുവർ ഹൈനസ് അല്ലെ, പാർഡൺ മീ, എന്നോട് ക്ഷമിക്കണം ആദ്യം അല്ലെ. ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ്ങിന്റെ തെടുക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എന്താണ് നിങ്ങളെ മുന്നിൽ ഞാൻ എൻ്റെ പെയിന്റിങ്സ് നിങ്ങൾ കാണിക്കാൻ തിടുക്കപ്പെടുകയാണ് അല്ലെ, അതിന് നിങ്ങൾ ക്ഷമിക്കണം. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വിർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. എന്താണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചിത്രം എന്താ വെച്ചാൽ ഞങ്ങളെ ലേഡിയാണല്ലേ, അത് അവരുടെ റോയൽ റോബ്സ്, നല്ല എന്താണ് ഉടയാട അല്ലെ. റോബ്സ് എന്ന് പറയുമ്പോൾ റോയൽ രാജകീയ ഉടയാടയിലുള്ളൊരു ഞങ്ങളുടെ ലേഡീൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഐ ഹാവ് പെയിന്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഞാൻ പെയിന്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ എന്താണ്, ഞാനിത് നിങ്ങളുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെയിന്റ് ചെയ്തതെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ടിൽ പോസ്റ്റ് എ ഫ്യൂ മൊമെന്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. ടിൽ എന്താക്കിയ അങ്ങനെ സംസാരിച്ചതിന് ശേഷം കുറച്ചു നേരം മിണ്ടാതിരുന്ന്, അതായത് വേർഡ്സ് ഒന്നും വരാതെ ഒന്ന് മിണ്ടാതിരുന്നു അല്ലെ. ദെൻ ഹി കണ്ടിന്യൂ, അതിനുശേഷം അദ്ദേഹം തുടർന്നു അല്ലെ. യു മസ്റ്റ് ഫോർഗീവ് മീ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, എന്താണ് യുവർ ഹൈനസ് അല്ലെ. ഇഫ് ഐ ഹാവ് ഡയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, perhaps your highness might wish to offer me the chair of your court painter who died recently. I can see the empty velvet chair waiting to be filled അല്ലെ. നല്ല സാഹിത്യത്തിൽ അതൊക്കെയാണ് അയാൾ പറയുന്നത് അല്ലെ. എന്താണ് പറയുന്നത്, ഞാൻ ഹോപ്പ്, എന്താ ആഗ്രഹം എന്താണ്, ഈ പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർഹാപ്സ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ എന്താണ് ആഗ്രഹം, എന്താണ് നിങ്ങളുടെ കോർട്ടിൽ ഒരു പെയിന്ററിന്റെ ചെയർ ഉണ്ടല്ലോ. പെയിന്ററിന്റെ ചെയർ എന്ന് പറയുമ്പോൾ അയാൾ ഇപ്പോൾ നേരം മരിച്ചതാണ്, അവിടെ പെയിന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇപ്പോൾ നേരം മരിച്ചതാണ്, റീസെന്റ് ഡൈഡ് ആയതാണ് ഇപ്പോൾ നേരം. അപ്പോൾ ആ ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് ആ ചെയറിൽ എനിക്കൊരു ഇരിപ്പിടം തരാൻ നിങ്ങൾക്ക് തയ്യാറാവുമോ എന്നുള്ളൊരു അപേക്ഷയാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ് അല്ലെ. എന്താണ് എനിക്ക് കാണാൻ കഴിയുന്നത്, ആ എംപ്റ്റി വെൽവെറ്റ് ചെയർ എന്താണ് ഒരാളെ ഫില്ല് ചെയ്യാൻ, ഒരാളെ ഇരുത്താൻ വേണ്ടി റെഡിയായി നിൽക്കുക എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ, എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ആ ചെയറിലേക്ക് ഇന്നെ ഇരുത്തുമോ എന്നുള്ള ചോദ്യമാണ് അവൻ ചോദിക്കുന്നത് അല്ലെ, പക്ഷെ നേരിട്ട് ചോദിക്കുന്നില്ല. ദ വെർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിന്റിംഗ് ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അപ്പൊ വെർജിൻസ് പിക്ചർ വാസ് സ്പ്ലെൻഡിഡ് പെയിന്റിംഗ് അല്ലെ. വെർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, കന്യക അല്ലെ. ആ കന്യകേന്റെ ആ ചിത്രം ആണ് അയാൾ വരച്ചു കൊണ്ടത് അല്ലെ. അപ്പൊ ആ ചിത്രം എന്താ ഭയങ്കര ആശ്ചര്യമുള്ളതായിരുന്നു അല്ലെ, നല്ലൊരു പെയിന്റിംഗ് ആയില്ലേ.
ആർച്ച് ഡ്യൂക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താക്കി അതിൽ ഇംപ്രസ്ഡ് ആയി അല്ലേ. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. അപ്പോൾ എന്താക്കി അയാൾ ഈ ആർച്ച് ഡ്യൂക്ക് എന്താക്കി ഇയാളെ എന്താണ് കെട്ടിപ്പിടിച്ച് അയാളുടെ രണ്ട് കവിളിലും എന്താക്കി കിസ് ചെയ്ത് ഉമ്മ കൊടുത്തു അല്ലേ. എംബ്രേസ് തന്നെ കെട്ടിപ്പിടിക്കുക, കിസ് തന്നെ ഉമ്മ കൊടുക്കുക അല്ലേ. അപ്പോൾ ബോത്ത് ചീക്സ് രണ്ട് കവിളിലും എന്താക്കി കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ കൊടുത്തു. ഹി സെഡ് എന്താ പറയാണ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിന്റർ. എന്താണ് ഞാൻ ഹാപ്പിയാണ് നിന്നെ ഞാൻ എന്താണ് എൻ്റെ കോട്ട് പെയിന്റർ ആക്കാൻ ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞു അല്ലേ. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മേഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. എന്താക്കി അയാൾ അവനെ ആ ടില്ലിനെ എന്താക്കി ഈ ആർച്ച് ഡ്യൂക്ക് ടില്ലിനെ ആ ചെയറിൽ പിടിച്ച് കൊണ്ട് ഇരുത്തിച്ചു അല്ലേ. വെൽ മൈ ഡിയർ ഫെലോ എന്താണ് വെൽ ഡിയർ മൈ ഡിയർ ഫെലോ ഹി സെഡ് യു ഡു have a tongue in your head and you certainly seem to know how to use it. You are a very talkative fellow, aren't you? എന്താണ് പറയുന്നവിടെ you do have a tongue in your head and you certainly seem to know how to use it. എങ്ങനെയാണ് നിന്റെ തലയിലാണ് നിന്റെ ടങ് വരുന്നത് അല്ലേ. എന്താണ് ഒരു സാഹിത്യമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിന്റെ തലയിലാണ് നാക്കുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് സെർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. നിനക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നിനക്ക് അറിയാം. യു ആർ വെരി ടോക്കറ്റീവ് ഫെലോ ആറിൻ്റ് യു. നീ നല്ല സംസാരപ്രിയനാണ് അല്ലേ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ യുവർ ഹൈനസ് യു മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ്. ഡോങ്കിന്റെ പേര് ജെഫ് അല്ലേ. ഫോർ മസ്റ്റ് 1 more minute ടിൽ റിപ്ലൈഡ്. എന്താണ് പറയുന്നത് യുവർ ഹൈനസ് എന്താണ് എന്നെയും എൻ്റെ കഴുതയായ ജെഫിനെയും എന്താ ഒരു മിനിറ്റ് കൂടി ഓർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ടൈൽ മറുപടി നൽകി അല്ലേ. എൻ്റെ കഴുത എന്താണ് മൈ ഡോങ്കി ടിൽ റിപ്ലൈഡ് അല്ലേ. ടിൽ പറഞ്ഞു മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ് ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. എന്താണ് എൻ്റെ കഴുത എന്താണ് വഴിയിലുടനീളം വേലികളിലെ മുള്ളുകളിലും റോഡരികിലെ പുല്ലിലും നന്നായി ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതൊക്കെ നന്നായി കഴിച്ചുകൊണ്ടിരുന്നു അല്ലേ. പക്ഷേ ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. പക്ഷേ എന്താണ് ഞാനൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചില്ല. എൻ്റെ കഴുതയാണെങ്കിൽ എന്താ റോഡ് സൈഡിലുള്ള പുല്ലും അതുപോലെ വേലിയിലുള്ള മുള്ളും ഒക്കെ തിന്നിട്ട് വയറ് നിറച്ചിരുന്നു. പക്ഷേ ഞാൻ 3 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ സ്റ്റൊമക്ക് എന്താണ് ഭയങ്കര കംപ്ലൈൻറ്റ് ആവുകയാണല്ലേ വലിയ ഒച്ചയിലൊക്കെ അല്ലേ. നമുക്കറിയാം വിഷനാൽ നമുക്ക് എന്താണ് നമ്മളെ വയറിൻ്റെ ഉള്ളത് ഇങ്ങനെ സൗണ്ടുകൾ വരുമല്ലോ. അപ്പോൾ അതേമാതിരി എൻ്റെ സ്റ്റൊമക്കിന്ന് വയറിന് സൗണ്ട് വരികയാണെന്ന് പറഞ്ഞില്ലേ. പെർഹാപ്സ് ഒരു പക്ഷേ യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ആ സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ കഴിയും. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. എന്താണ് എൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്ത് നല്ലൊരു ഫുഡും അതുപോലെ എന്താണ് കുടിക്കാനുള്ളതൊക്കെ നിങ്ങളുടെ റോയൽ ടേബിളിൽ നിന്ന് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണെന്ന് പറഞ്ഞില്ലേ. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്താക്കി രാജാവ് എന്താക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞില്ലേ വെൽ മൈ ഡിയർ ഫെലോ യു വിൽ സെർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ ബട്ട് വേർ ഈസ് യുവർ ഡോങ്കി. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് ഇവിടെ ഇയാളോട് പറയുകയാണല്ലേ വെൽ മൈ ഡിയർ ഫെലോ യു വിൽ സെർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. നിങ്ങൾക്ക് എന്താ നിങ്ങൾ സ്വപ്നം കാണണ്ട. നിങ്ങളെന്താണ് നിങ്ങൾക്ക് സോളിഡായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ തന്നെ കഴിയും അല്ലേ. സ്വപ്നം കാണണ്ട. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താക്കുക ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ റെഡിയാക്കി തരും. ഒക്കെ അതന്നെ സോളിഡായിട്ട് തന്നെ നമുക്ക് എന്താ സോളിഡ് അറിയാം എന്താ തൊടുന്ന സാധനങ്ങളൊക്കെയാണ് സോളിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ സാധനങ്ങൾ നിങ്ങൾ സ്വപ്നത്തിലല്ല ശരിക്കും തന്നെ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ. ബട്ട് വേർ ഈസ് യുവർ ഡോങ്കി എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഡോങ്കി എവിടെയാന്ന് ചോദിച്ചില്ലേ. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ഞാൻ അവനെ പുറത്തിട്ടതാണല്ലേ ഓപ്പോസിറ്റ് ദ പാലസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് റുക്ക്ഡ് ആഫ്റ്റർ. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോർഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ് സെറ്റിൽ. എന്താണ് ജെഫിന് ഞാൻ എന്താണ് അവന് രാത്രി കിടക്കാനുള്ള ലോഡ്ജ് അല്ലെ ഒരു സെറ്റപ്പ് കിടക്കാനുള്ള ഒരു സെറ്റപ്പും അതിനുള്ള ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ അവന് ആവശ്യമാണ്. എന്താണ് ഈ ജെഫ് എന്ന് പറഞ്ഞാൽ ഈ ഡോങ്കീനെ പരിപാലിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ ഏറ്റവും നന്ദിയുള്ളവനായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് അവന് രാത്രിയിൽ നൈറ്റിൽ എന്താണ് ഈ ഒരു രാത്രി താമസവും അതുപോലെ ഫോർഡർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലെ കാലിത്തീറ്റ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്താണ്
അതൊക്കെ അവന് ആവശ്യമാണെന്ന് ആര് പറഞ്ഞു? ടില്ല് പറഞ്ഞു അല്ലേ. ദ ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേഡ് ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. അപ്പൊ എന്താക്കി? ആർച്ച് ഡ്യൂക്ക് ഉടനെ തന്നെ എന്താക്കി? ഈ ഡോങ്കിനെ പരിപാലിക്കാൻ ഉത്തരവിട്ടു അല്ലേ. പിന്നെ അദ്ദേഹം എന്താണ് കൂട്ടിച്ചേർത്തത്? നിന്റെ സ്വന്തം മൃഗങ്ങളിൽ ഒന്നായി ഇതിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം മൃഗങ്ങളിൽ ഭയങ്കര പരിപാലനമായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ആ ഡോങ്കിനെ പരിപാലിക്കണം എന്ന് ഈ ആർച്ച് ഡ്യൂക്ക് എന്താക്കി? ഓർഡർ കൊടുത്തു. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് സ്ട്രൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. എന്താണ്? അപ്പൊ അധികം താമസിയാതെ എന്തായി? അത്തായം വിളമ്പി അല്ലെ. ഈ റോയൽ ടേബിളിൽ തന്നെ അത്തായം വിളമ്പി എന്താണ്? അത് ഒരു കല്യാണ വിരുന്ന് പോലെയായി അല്ലെ. സ്ട്രൈക്ക് എ വെഡിങ് ഫീസ്റ്റ് അല്ലെ, കല്യാണ വിരുന്ന് പോലെയായി അല്ലെ. ദ tables were loaded with every kind of food and drink അല്ലേ. ഈ ടേബിളിൽ എന്താണ്? നല്ല ഫുഡും എല്ലാ ടൈപ്പുള്ള ഫുഡും ഡ്രിങ്കും ഒക്കെ എന്താക്കി? ടേബിളിൽ നിറഞ്ഞു അല്ലേ. വൈൻ ഫ്ലോഡ് ലൈക്ക് എ വാട്ടർ. എന്താ? വൈനൊക്കെ എന്താണ്? ഭക്ഷണപാനീയങ്ങളൊക്കെ മേശയിൽ നിറച്ചിരുന്നു അല്ലേ. ഈ വൈൻ എന്താണ്? വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു അല്ലേ. അതായത് കുറേ ഉണ്ട് നിർത്തം അല്ലേ. വെള്ളം നമുക്ക് കുറേ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് ആവശ്യമില്ലാതെ കൊണ്ട് നമ്മൾ എന്താണ് ഫ്ലോ ഒഴുക്കി കളയാറൊക്കെ ഉണ്ട് അല്ലേ. അത് എന്താണ്? അപ്പോൾ ഇവിടെ ഈ വൈനൊക്കെ എന്താണ്? വെള്ളം പോലെയാണ് അവിടെ എന്താണ് ഒഴുകുന്നത് അല്ലേ. എല്ലാവർക്കും കൊടുക്കുക തന്നെ അല്ലേ. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽസ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. എന്താണ്? അവിടെ കൊട്ടാരവാസികളൊക്കെ എന്താണ്? അവരുടെ നല്ല മികച്ച വിഭവങ്ങൾ തന്നെ എന്താണ്? ഭക്ഷണത്തിൽ മികച്ച വിഭവങ്ങൾ കഴിച്ചു അല്ലേ. അപ്പൊ കോർട്ടിയേഴ്സ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിഷൊക്കെ എടുത്ത് കഴിച്ചു അല്ലേ. ദ ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേഴ്സ്റ്റ്. എന്താണ്? ആർച്ച്ഡ്യൂക്ക് എന്താക്കി? ടില്ലിനെ കഴിക്കാൻ ഇങ്ങനെ നിർബന്ധമാക്കുകയല്ലേ. കുടിക്കാനും തിന്നാനും ഒക്കെ ഭയങ്കരമായിട്ട് എന്താണ്? ഇങ്ങനെ ഊട്ടുകയാണ് അല്ലേ. അതായത് അവന്റെ സ്റ്റൊമക്കൊക്കെ പൊട്ടിത്തെറിക്കാവുന്ന വരെ എന്താണ്? അയാളെ തീറ്റിപ്പിക്കുകയാണ്. ആര്? നമ്മളെ ആർച്ച് ഡ്യൂക്ക് അല്ലേ. ദ ആർച്ച് ഡ്യൂക്ക് ചൂ എയ്റ്റ് ഹേർട്ട്ലി. എന്താണ്? ആർച്ച് ഡ്യൂക്ക് നന്നായി ഭക്ഷണം കഴിച്ചു അല്ലേ. ആർച്ച് ഡ്യൂക്ക് നന്നായി ഭക്ഷണം കഴിച്ചു. പിന്നെ ടു എയ്റ്റ് ആർച്ച് ഡ്യൂക്ക് എന്താണ്? ചൂ എയ്റ്റ് ഹേർട്ട്ലി. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർച്ച് ഡ്യൂക്ക് എന്താണ്? അവനെ നല്ല സ്നേഹത്തോടു കൂടി ആർച്ച് ഡ്യൂക്ക് എന്തായി? അയാൾ നല്ല ഹൃദ്യമായി ഭക്ഷണം കഴിച്ചു അല്ലേ. ദെൻ ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. എന്താണ്? അവന്റെ മുഖം എന്താണ്? ആർച്ച് ഡ്യൂക്കിന്റെ മുഖം എന്താണ്? മദ്യം കഴിച്ചാൽ ഒരു മുഖം ഒരു തുടുക്കലുണ്ടാവും, അതുപോലെ ആയിരുന്നു അല്ലേ. നിങ്ങൾക്കറിയാം ഭക്ഷണം എന്താണ്? മദ്യം കഴിച്ചവരൊക്കെ മുഖം കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ. അതുപോലെ ആയിരുന്നു അല്ലേ. ബട്ട് ഹി സീം ലോസ്റ്റ് ഇൻ തോട്ട്. എന്താണ്? അദ്ദേഹം എന്താണ്? ഒരു ചിന്തയിൽ മുങ്ങിപ്പോയതുപോലെ തോന്നിയില്ലേ. അപ്പം എന്തോ ഒരു ചിന്തയിൽ ഇങ്ങനെ മുങ്ങിപ്പോയതുപോലെ കാണപ്പെട്ടു അദ്ദേഹത്തെ. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. അദ്ദേഹം പെട്ടെന്ന് എന്താക്കി? ഇങ്ങനെ നോക്കിയിട്ട് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞില്ലേ. പെട്ടെന്ന് എന്ത്? സെഡ് ലൗഡ്ലി, ഉറക്കെ പറഞ്ഞില്ലേ. അവർ കോർട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രേറ്റ് സോ ദാറ്റ് വി വിൽ ഹാവ് ദ satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. It is sad to think of death. എന്താണ് പറയുന്നത്? നമ്മളെ കോട്ട് പെയിന്റ് എന്താണ്? എന്താ? നിർബന്ധമായിട്ട് എൻ്റെ ഒരു ചിത്രം വരച്ചിരിക്കണം. എൻ്റെ ചിത്രകാരൻ നമ്മുടെ ഒരു ഛായാചിത്രം വരയ്ക്കണം അല്ലേ. അങ്ങനെ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഡിസെൻഡൻസ്, അതായത് പിൻഗാമികൾക്ക് അല്ലേ, വരാൻ പോകുന്ന തലമുറകൾക്ക് എന്താണ്? കാണണം. എന്താണ്? ഒരു അപ്പോൾ എന്താണ്? നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം അല്ലേ. നമ്മളെ പിൻഗാമികൾ നമ്മളെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. വി ടു ഹാവ് ടു ടേക്ക് അവർ പ്ലേസ് ഇൻ ഹിസ്റ്ററി. ഞാനും എനിക്ക് എന്താണ്? നമുക്ക് എന്താണ്? ഒരു ഹിസ്റ്ററിയിൽ ഒരു സ്ഥലം കാണണം. എല്ലാം വിത്ത് അവർ നോബിൾ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ മുന്നേ ഉള്ള ആൾക്കാരെ ഉള്ള പോലെ തന്നെ അല്ലേ. ഹൂസ് പോർട്രേറ്റ് അഡോൺ ദിസ് വാൾസ്. എന്താണ്? അവരുടെ ചിത്രങ്ങളൊക്കെ എന്താണ്? അവരുടെ ചിത്രത്തിൻ്റെ ഇടയിൽ അവരുടെ ചിത്രങ്ങളൊക്കെ ഈ ചുമരിലുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പം എന്താണ്? എൻ്റെ ഒരു ചിത്രം, ഛായാചിത്രം വരയ്ക്കണം എന്നറിയില്ലേ. അങ്ങനെ നമ്മുടെ ഓർമ്മകൾ എന്താക്കണം? അതായത് രാജാവിൻ്റെ ഓർമ്മകൾ നമ്മുടെ പിൻഗാമികൾ ഡിസെൻഡൻസിന് വിട്ടുകൊടുത്തതിൻ്റെ സംതൃപ്തി എന്താണ്? നമുക്കുണ്ടാകും. ഈ ചുവരുകളിൽ ഛായാചിത്രങ്ങൾ അലങ്കരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠരായ പൂർവികർക്കൊപ്പം നാമും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കണം. അതിന് മുന്നുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ അവിടെ ചുമരിലുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എനിക്ക് സ്ഥാനം പിടിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടമുണ്ട് അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് സെഡ് ടു തിങ്ക് ഓഫ് ഡെത്ത് അല്ലേ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടമുണ്ട് അല്ലേ. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. വി ഡോണ്ട് നോ വെൻ അല്ലേ. നമുക്കറിയില്ല എപ്പോഴാണ്.
when God will think fit to summon us, but our portrait should be painted. ദൈവം എപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നത് നമുക്ക് അറിയില്ല അല്ലേ. പക്ഷെ എന്താണ് എൻ്റെ പോർട്രേറ്റ് എന്താണ് നിർബന്ധമായിട്ടും പെയിന്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞില്ലേ. എൻ്റെ ഛായാചിത്രം വരച്ചിരിക്കണം. ദൈവം എപ്പോഴാണ് നമ്മളെ എന്താണ് ക്ഷണിക്കുക, അതായത് മരിക്കുക എന്നുള്ള അർത്ഥമാണല്ലേ. അപ്പം എന്താണ് എപ്പോഴാണ് ക്ഷണിക്കുക നമുക്ക് അറിയില്ല. സോ എന്താണ് എൻ്റെ ഛായാചിത്രം വരച്ചിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ഛായാചിത്രം പോർട്രേറ്റ് ആണ് കേട്ടോ. അത് വരച്ചിരിക്കണം എന്ന് ആര് പറഞ്ഞു? നമ്മളെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു കേട്ടോ. ദെൻ ടിൽ ക്വിക്ലി റിപ്ലൈഡ്. അപ്പോൾ ടിൽ എന്താക്കി പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തു അല്ലേ. യുവർ ലോർഡ്ഷിപ്സ് സ്ലൈറ്റസ്റ്റ് വിഷ് ഈസ് ടു ബി കമാൻഷി. ഓൾ ദ സെയിം I do feel rather unhappy about painting your lordship all by yourself. Is it not terrible to think of your lordship being lonely forever and ever? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court. A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ടില്ല് പറഞ്ഞിരിക്കുന്നത്? യുവർ ലോർഡ്ഷിപ്സ് റൈറ്റസ്റ്റ് വിഷസ് ടു ബി കമാൻഡ്. എന്താണ് രാജാവിൻ്റെ കൽപ്പന ഇന്നോടാണ് അല്ലേ. ഓൾ ദ സെയിം എന്താണ് എല്ലാത്തിലും ഉപരി എന്താണ് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന ആഗ്രഹം എന്നോടാണ് അല്ലേ. ഞാനാണ് അത് ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഈ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ചിത്രം വരച്ചതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്? അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിനെ വരയ്ക്കുന്നതെങ്കിൽ അദ്ദേഹം ഏകാന്തത അനുഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഭയാനകമല്ല. അദ്ദേഹത്തിന് ഒറ്റക്കാണ് ചിത്രം വരച്ചെങ്കിൽ അദ്ദേഹം എന്താണ് അവിടെ ഒറ്റക്കായി പോകുന്നത് തോന്നും അല്ലേ. അപ്പോൾ അത് ഭയാനകമല്ലേ, പേടിയല്ലേ അല്ലേ. അപ്പോൾ എന്താണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നിങ്ങളെല്ലാവരും എന്താക്കണം? ദാറ്റ് ഹിസ് ഹൈനസ് ഷുഡ് ബി അക്കംപനീഡ് അറ്റ്ലീസ്റ്റ് ബൈ ഹർ ഹൈനസ്, ഹർ ലേഡീസ്, ദ നോബിൾ ജനറൽസ് ആൻഡ് ക്യാപ്റ്റൻസ് ഹൂ അഡോൺ ദിസ് കോർട്ട് അല്ലേ. എന്താണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെ, ഹർ ഹൈനസ് എന്ന് പറഞ്ഞാൽ രാജ്ഞിയും, പിന്നെ അതുപോലെ അവിടെയുള്ള നോബിൾ ജനറൽസും ക്യാപ്റ്റൻസും ഈ കോർട്ടിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരച്ചാൽ ഒരു ഒറ്റക്കാരെന്നുള്ള തോന്നലുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് എന്താണ് ഒരു ബ്യൂട്ടി ഉണ്ടാവും. അപ്പം ഈ അതായത് ഇവിടെ നോക്കൂ, ലേഡി ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻഡേൺസ് അല്ലേ. അപ്പോൾ എന്താണ് ഈ മൂണിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളോട് തിളങ്ങുന്നത് പോലെ രാജാവിനെ ശ്രദ്ധേയമായി കാണിക്കപ്പെടും അല്ലേ, എല്ലാവരും കൂടി കൂട്ടി വരയ്ക്കുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റക്കായി പോകുന്നത് പോലെ തോന്നില്ല എന്നാണ് ഇവിടെ ഇവർ പറയുന്നത്. ആര് ഈ ടില്ല് പറഞ്ഞത് അല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇടയിൽ രാജാവ് നിൽക്കുമ്പോൾ എന്താണ് ഈ കുറേ സ്റ്റാറിൻ്റെ ഇടയിൽ, അതായത് കുറേ നക്ഷത്രത്തിൻ്റെ ഇടയിൽ ഒരു മൂണ് തിളങ്ങി നിൽക്കുന്ന പോലെ നമ്മൾ രാജാവിനെ തോന്നിക്കുമെന്നാണ് ടില്ല് പറയുന്നത് അല്ലേ. രാജാവിനെയും അദ്ദേഹത്തിനെ രാജ്ഞിയെയും അല്ലേ. എന്താണ് ഈ വിളക്ക്, ലാൻഡേൺസ് പറഞ്ഞാൽ വിളക്കുകൾ അല്ലേ, വിളക്കിൻ്റെ ചുറ്റും ഒരു മൂണിനെ പോലെ തോന്നിപ്പിക്കും രാജാവിനെയും രാജ്ഞിയെയും എന്നാണ് ടില്ല് പറഞ്ഞത്. അങ്ങനെ എല്ലാവരെയും കൂടി വരച്ചാൽ അല്ലേ. ദ ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ആർച്ച് ഡ്യൂക്കിനും തോന്നിയില്ലേ, ഇതൊരു നല്ലൊരു ഐഡിയ എന്ന് രാജാവിനും തോന്നിയില്ലേ, ആർച്ച് ഡ്യൂക്കിനും തോന്നി. വെൽ മൈ ഫ്രണ്ട്, ഓക്കെ, യുവർ പെയിന്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്. അപ്പോൾ എന്താണ് വെൽ മൈ ഫ്രണ്ട്, ഓക്കെ, നിങ്ങളെ പെയിൻറ്റിങ് എന്താണ് നല്ല ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട് ആയിരിക്കണം അല്ലേ. അതുപോലെ എന്താണ് ആർട്ട് നല്ലൊരു ഗ്രേറ്റ് പീസ്, നല്ലൊരു ഇതായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അതിന് നിങ്ങൾക്ക് എന്ത് റിവാർഡാണ് വേണ്ടത്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു അല്ലേ. പ്രതീക്ഷിക്കുന്ന റിവാർഡ്, സമ്മാനം എത്രയാണെന്ന് രാജാവ് ആർച്ച് ഡ്യൂക്ക് എന്താക്കി ടില്ലിനോട് ചോദിച്ചു. 100 pieces ഓഫ് ഗോൾഡ്, എന്താ 100 ഗോൾഡ് കോയിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ് അല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പം പേ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പേ ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഹിയർ ആർ ദ 100 pieces ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ് സെഡ് ദ ആർച്ച് ഡ്യൂക്ക് ഗിവിംഗ് ഹിം ദ ഗോൾഡ്. ഇതാ നിങ്ങൾക്ക് 100 പീസ് ഓഫ് ഗോൾഡ് എന്നും പറഞ്ഞ് അഡ്വാൻസ് ആയിട്ടെന്നും പറഞ്ഞിട്ട് ആർച്ച് ഡ്യൂക്ക് എന്താക്കി ഗോൾഡ് ടില്ലിന് കൊടുത്തു. My lord, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor. എന്താണ് മൈ ലോഡ്, എന്താണ് മൈ ലോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് രാജാവിനെ പറയാണല്ലേ. എന്താണ് യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റർ, നിങ്ങൾ നല്ലൊരു ആളാണ് അല്ലേ. മാസ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് ജനറസ് ആണ് അല്ലേ. ഈ നിങ്ങൾ എന്താണ് യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ അല്ലേ. എന്താണ് ഓയിലിനോട് എൻ്റെ ലാമ്പ് നിങ്ങൾ നിറച്ചിരിക്കുന്നത്. അതായത് ഗോൾഡ് കോയിൻ അയാൾക്ക് കിട്ടിയപ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള വകയായല്ലോ, അതാണ്
ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ അല്ലേ. ഇതെപ്പോഴും എന്താണ് നിങ്ങളതിൽ ഇറ്റ് വിൽ ഫോർ എവർ ബേൺ അല്ലേ, എപ്പോഴും ഇത് എന്താണ് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ഡേ, ഇതൊക്കെ ഒരു സാഹിത്യപരമായിട്ടാണല്ലേ അവർ പറയുന്നത്. ലാമ്പ് വിത്ത് ഓയിൽ, ഓയിലിനോട് എൻ്റെ ലാമ്പിൽ, അതായത് എൻ്റെ വിളക്കിൽ ഓയിൽ നിറച്ചു, അത് എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കും അല്ലേ, ലാമ്പ് വിളക്ക് കത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ എന്തൊരു സാഹിത്യത്തിലാണ്. ശരിക്കും എന്താണ്, അയാൾക്ക് ആ പൈസ കിട്ടിയോണ്ട് എന്താണ് അയാളുടെ ജീവിതം ഒരു സേഫ്റ്റി ആയി അല്ലേ, അയാൾക്ക് ജീവിക്കാനുള്ള വക കാണുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് കാലാകാലം അത് നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക് ടു അലോ ഹിം ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹൂ വേർ ടു ബി പെയിന്റഡ് അലോങ് വിത്ത് ഹിം. ദ നെക്സ്റ്റ് ഡേ എന്താക്കി ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞല്ലേ, എല്ലാ കോർട്ടിയേഴ്സിനെയും ആരൊക്കെയാണോ ഈ പെയിന്റിങ്ങിൽ വേണ്ടത് അവരെല്ലാ കോർട്ടിയേഴ്സിനെയും എന്താക്കി വിളിക്കാൻ പറഞ്ഞില്ലേ. ദേ കെയിം ആൻഡ് സോ ഹിം വൺ ബൈ വൺ. എന്താണ്, അപ്പോൾ എല്ലാവരെയും ചിത്രം വരയ്ക്കണമല്ലോ, അപ്പോൾ ഓരോരുത്തരോടും വരാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഓരോരുത്തരായിട്ട് എന്താക്കി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നില്ലേ. ദ ഫസ്റ്റ് ടു കം വാസ് ദ കൊമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. ആദ്യം വന്നിരിക്കുന്ന ആരാണ്, ആർമിയിലെ ചീഫ് കമാൻഡർ വന്നില്ലേ. ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൾഡ് മാൻ വിത്ത് ആൻ എനോർമസ് സ്പോഞ്ച്. എന്താണ്, അദ്ദേഹം ഒരു ഉയരം കുറഞ്ഞ തടിച്ച കഷണ്ടിയുള്ള ഒരു വലിയൊരു മനുഷ്യനായിരുന്നു അല്ലേ. എന്താണ്, ഹി വിസ്പേർഡ് ഇൻ ടീൽസ് എയർ. എന്താണ്, അദ്ദേഹം ഈ ടീലിൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ച് മെല്ലെ പറഞ്ഞത്, വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. എന്താണ്, നീ എൻ്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഓർക്കുക, നല്ല ഹാൻസം ആയിരിക്കണം ഞാൻ. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ്, എന്താണ്, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. എന്താണ്, നീ എൻ്റെ വയറൊക്കെ ഇങ്ങനെ ഫ്ലാറ്റാക്കി വരച്ചിരിക്കണം. അഥവാ അങ്ങനെ വയറ് ഫ്ലാറ്റാക്കി വരച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ കുംഭവയറ കൈ നിൽക്കുകയല്ലേ, അപ്പോൾ കുംഭവയറായിട്ട് വരയ്ക്കരുത് അല്ലേ. കുംഭവയറായി വരയ്ക്കാൻ പരന്നിട്ട് നല്ല ഇതായിട്ട് തന്നെ ഹാൻസം ആയിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചില്ലെങ്കിൽ എന്താക്കും, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. എന്താണ്, ഞാൻ നിന്നെ തൂക്കിലേറ്റും പറഞ്ഞില്ലേ. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ. ഓർത്തോ, ഞാൻ ഒരിക്കൽ നല്ലൊരു ഹാൻസം സോൾജിയർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് ഈ കമാൻഡർ ആർമീൻ്റെ ചീഫ് കമാൻഡർ വന്നിട്ട് ടീലിനോട് പറഞ്ഞില്ലേ. പിന്നെ എന്താണ്, അയാൾ പറഞ്ഞത് പോയില്ലേ. അടുത്ത വന്ന ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അടുത്ത എന്താണ്, ഒരു പ്രായമുള്ളൊരു ലേഡിയാണ് വന്നത് അല്ലേ. ഷീ ഹാഡ് എ ലാർജ് ഹംബ് ഓൺ ഹെർ ബാക്ക്. എന്താണ്, അവരുടെ ബാക്കിൽ എന്താണ് ഒരു കൂനുണ്ട്. സർ പെയിൻറ്റർ ഷീ സെഡ് സോഫ്റ്റ്ലി. എന്താണ്, ആദ്യം തന്നെ സർ പെയിൻറ്റർ എന്ന് പറഞ്ഞ് സോഫ്റ്റ് ആയിട്ടാണ് വിളിച്ചത് അല്ലേ. മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്നെ എന്താക്കണം, നല്ല ലുക്ക് കാണാൻ എന്താണ് നല്ല യങ്ങും ബ്യൂട്ടിഫുൾ ചെറുപ്പക്കാരും ബ്യൂട്ടിഫുൾ ആക്കണം അല്ലേ. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംബ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്. ദ യങ് ലേഡി who was the companion of the Duchess came in as soon as the old lady left. എന്താണ് പറഞ്ഞത്, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നീ എന്നെ യങ്ങും ബ്യൂട്ടിഫുൾ ആക്കി വരയ്ക്കണം. നീ എൻ്റെ ബാക്കിലുള്ള ഹമ്പ് പോക്കിയിട്ടില്ലെങ്കിൽ എന്താക്കും, ഞാൻ നിന്നെ ആ ബാക്കിൽ ഹമ്പ് ഉണ്ടായതുകൊണ്ട് നീ എന്നെ ഭംഗിയില്ലാത്തതാക്കിയാൽ ഞാൻ നിന്നെ എന്താക്കും, കഷ്ണങ്ങളായിട്ട് കീറിക്കളയുന്ന പറയുന്നത് അല്ലേ. ഐ വിൽ ഹാവ് ടു ടോൺ ഇൻ ടു പീസസ് അല്ലേ. എന്താണ്, അത് ഞാൻ കീറി മുറുക്കുന്നാണ് പറയുന്നത് ഓൾഡ് ലേഡി അല്ലേ. അതിന് ശേഷം എന്താണ്, എ യങ് ലേഡി കം വാസ് ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് അല്ലേ. കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. ഈ ഓൾഡ് ലേഡി പോയ ഉടനെ തന്നെ പിന്നെ വന്ന എന്താണ്, നല്ല യങ് ലേഡി, ഒരു ചെറുപ്പക്കാരിയായ ലേഡിയാണ് വന്നത് അല്ലേ. അവർ വന്ന് എന്താണ്, അത് ഡച്ചസിൻ്റെ തോഴിയായ യുവതിയാണ് പിന്നെ കടന്നു വന്നത് അല്ലേ. അവളെന്താണ്, ഷി വാസ് യങ് ആൻഡ് പ്രറ്റി അല്ലേ. പക്ഷെ എന്താണ്, അവൾ ചെറുപ്പവും സുന്ദരിയുമായിരുന്നു അല്ലേ. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. എന്താണ്, ഒരു ആക്സിഡൻറ്റിൽ അവളുടെ മുന്നത്തെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷീ വാണ്ട് ടിൽ ദാറ്റ് ഈഫ് ഇൻ ഹെർ. അപ്പം എന്താക്കി, അവൾ ടില്ലിനെ എന്താക്കി വാൺ ചെയ്തു അല്ലേ, ഭീഷണിപ്പെടുത്തി അല്ലേ. എന്താണ് പറയുന്നത്, ഈഫ് ഇൻ ഹെർ picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ എൻ്റെ മുന്നിലുള്ള പല്ല് ഇല്ല എനിക്ക്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, പല്ല് എന്താ പോയിട്ടുണ്ടല്ലോ ആക്സിഡൻറ്റിൽ. അപ്പോൾ എന്താണ്, അവിടെ പെർഫെക്റ്റ് അവൾ പുഞ്ചിരിക്കുമ്പോൾ എന്താണ്, അവിടെ നല്ല സെറ്റ് പേളി ടീത്ത് തന്നെ എന്താണ് അവിടെ സെറ്റാക്കണം, പെർഫെക്റ്റ് ആയിട്ട് സെറ്റാക്കണം. അവിടെ
പിന്നെന്താ ഷീ വുഡ് ഹാവ് ഹിം കട്ട് ഇൻ ടു സ്മോൾ ബിറ്റ്സ് ബൈ ഹെർ ലവർ. അല്ലെങ്കിൽ എന്താണ് അവളുടെ ലവറിനെ കൊണ്ട് അവൻ എന്താ ടില്ലിനെ സ്മോൾ പീസാക്കി മാറ്റുമെന്ന് പറഞ്ഞ്. ഷീ പോയിന്റഡ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിൻ്റെ ക്യാപ്റ്റനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൾ പറഞ്ഞു. സിമിലർ റിക്വസ്റ്റ് ആൻഡ് threats continued until he had finished with the last of the courtiers. അങ്ങനെ എന്താ അതുപോലെയുള്ള റിക്വസ്റ്റുകളും ഭീഷണിയും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ആ കോർട്ടിയേഴ്സിലുള്ള ലാസ്റ്റ് അംഗം വരുന്നവരെ അല്ലേ. ഓരോരുത്തർക്കും ഓരോ റിക്വസ്റ്റുകളും അതുപോലെ ഭീഷണികളും ഉണ്ടായിരുന്നു അല്ലേ. ദെൻ ദ ആർച്ച് ഡ്യൂക്ക് സെൻഡ് ഫോർ ഹിം ആൻഡ് സെഡ്. അങ്ങനെ ആർച്ച് ഡ്യൂക്ക് എന്താക്കി അവനോട് പറഞ്ഞ് എന്താണ്, മൈ ഡിയർ ഫിലോ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. എന്താണ് എനിക്ക് ആവശ്യം, എന്താണ് നിന്റെ പോർട്രേറ്റ് ഛായാചിത്രം എങ്ങനെ വേണം, പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാ ഡീറ്റെയിൽസിനും എന്താണ് പെർഫെക്റ്റ് ആയിരിക്കണം. യു ആർ ടു പെയിന്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. എന്താണോ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ കോർട്ടിയേഴ്സിന്, ഇവിടെയുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും അതുപോലെ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ പെയിന്റ് ചെയ്തിരിക്കണം. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. എന്താണ് ഈ നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് ബോൾ കാക്കാപ്പുള്ളിയോ ഈ മുഖക്കുരുവോ അതുപോലെ ഒരു നര പോലും നീ ഒഴിവാക്കി വിടരുത്. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ നിന്നെ പന്നീനെ അറക്കുന്ന പോലെ കേട്ടോ അറക്കുന്ന് ആര് പറഞ്ഞു, നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞില്ലേ. ടിൽ കൂളി തോട്ട് തിങ്സ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്. ടില്ലെന്താക്കി ഇങ്ങനെ ശാന്തമായിട്ട് ചിന്തിച്ചു അല്ലേ, ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു. എന്നിട്ട് അവനോട് തന്നെ പറഞ്ഞു അല്ലേ, ഇഫ് ഐ പെയിന്റ് ദിസ് പിക്ചർ, ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഐ ഷാൾ സെർട്ടൻലി ബി കിൽഡ്, ഉറപ്പായിട്ട് ഞാൻ കൊല്ലപ്പെടും അല്ലേ. ഐദർ ദ ആർച്ച് ഡ്യൂക്ക് വിൽ ഹാവ് മീ സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ് ഫോർ ഹാവിങ് ഡിസൊബേഡ് ഹിം. ഒന്നെങ്കിൽ എന്താണ് ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തെ അനുസരിച്ചിട്ടില്ല എന്നുള്ള പേരിൽ എന്താക്കും, അതായത് ശരിക്കും അതുപോലെ വരച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ കാണുന്ന പോലെ വരച്ചില്ലെങ്കിൽ അങ്ങനെ പന്നീനെ പോലെ അറക്കുന്നാണല്ലോ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തെ ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തെ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ആർച്ച് ഡ്യൂക്ക് എന്നെ എന്താക്കും, ഈ പിഗിനെ അറക്കുന്ന മാതിരി അറക്കും, പന്നീനെ അറക്കുന്ന മാതിരി അറക്കും. ഓർ ദ കോർട്ടിയേഴ്സ് വിൽ ഹാവ് ബി മേർഡേഡ് ഫോർ പെയിന്റിങ് ദം ആസ് ദേ റിയലി ആർ. അല്ലെങ്കിലോ കോർട്ടിയേഴ്സിന് അതേപോലെ വരച്ചാൽ എന്താക്കും, അവരിന്നെ കൊല്ലും അല്ലേ. ഇൻ ഐദർ കേസ്, ഇപ്പോൾ രണ്ട് കേസിലും ഐ ആം ടു ഡൈ, ഞാൻ എന്താണ് ചാവും അല്ലേ. വാട്ട് ആം ഐ ടു ഡു, ഞാൻ എന്ത് ചെയ്യും. പെർഹാപ്സ് ഇറ്റ് ഈസ് വൈസർ നോട്ട് ടു പെയിന്റ് ദിസ് പിക്ചർ അറ്റ് ഓൾ. ഒരു പക്ഷേ എന്താണ് ഇത് ചിത്രം വരയ്ക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി എന്ന് അവൻ സ്വയം പറഞ്ഞു അല്ലേ. ദ ഫോളോയിങ് ഡേ ഹി ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക് ഫോർ ദ ഹാൾ വേർ ഹി വാസ് ടു പെയിന്റ് ദ പിക്ചർ. എന്താണ് അടുത്ത ദിവസം എന്താക്കി അദ്ദേഹം ആർച്ച് ഡ്യൂക്കിനോട് ചോദിച്ചില്ലേ, ചിത്രം വരയ്ക്കാനുള്ള ഹാള് ചോദിച്ചില്ലേ. പിന്നെ ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് എ ബെയർ വാൾസ്. ഇപ്പോൾ അദ്ദേഹം എന്താക്കി ഒരു വലിയ ചുവരില്ലേ, ഒന്നുമില്ലാത്ത കാലിയായ എംറ്റി ആയിട്ടുള്ള ഒരു ചുവര് കാണിച്ചു കൊടുത്തില്ലേ, ഒന്നും വരയ്ക്കാത്ത കാര്യമായ ഒരു ചുവര് കാണിച്ചു കൊടുത്തില്ല. ഒരു വലിയ മുറിയും ഒരു ചുവര് കാണിച്ചു കൊടുത്തു. ടിൽ ആസ്ക്ഡ് ഫോർ തിക്ക്. എന്താണ് ടിൽ എന്താക്കി ഒരു കട്ടിയിലുള്ള കർട്ടൻസ് ടു ബി ഹങ് ഓൺ ദ വാൾസ്. ആ വാളിൻ്റെ അവിടെ തൂക്കിയിടാൻ ഒരു കട്ടിയിലുള്ള കർട്ടനും ആവശ്യപ്പെട്ടു. ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. അദ്ദേഹം പറഞ്ഞ എന്താണ് ആ കർട്ടൻ എന്താണ് ഈ ഈച്ചകളിൽ നിന്നും പൊടിയിൽ നിന്നും ഈ പെയിൻറ്റിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കർട്ടനും വേണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ആവശ്യപ്പെട്ടു. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 അസിസ്റ്റൻസ് ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ് കളേഴ്സ്. അതുപോലെ അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണ് 3 അസിസ്റ്റൻസിന് എനിക്ക് വേണം, എന്താണ് എന്നെ സഹായിക്കാൻ ഈ കളറ് മിക്സ് ചെയ്യാനൊക്കെ. പെയിൻറ്റിങ് ആണല്ലോ, അപ്പോൾ ആ കളറൊക്കെ മിക്സ് ചെയ്യാനൊക്കെ എന്താണ് എനിക്ക് 3 അസിസ്റ്റൻറ്റിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. ആർച്ച് ഡ്യൂക്ക് എന്താക്കി അദ്ദേഹത്തിന് ചോദിച്ചതൊക്കെ നൽകി. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. എന്താണ് 30 ദിവസം എന്താക്കി ടില്ലും അദ്ദേഹത്തിന് 3 അസിസ്റ്റൻസും കൂടി എന്താക്കി നല്ല സുഭിക്ഷമായ ഭക്ഷണവും ഇഷ്ടപ്പെട്ട ഡിഷുകളും കൂടെ ഒക്കെ കഴിച്ചും കുടിച്ചും ഒക്കെ ഫൈനസ്റ്റ് വൈനൊക്കെ കുടിച്ചൊക്കെ ഒരു ആർമാദിച്ച് നടന്നില്ലേ. ഓൺ ദ 31st day, 31ാമത്തെ ദിവസം, ആർച്ച് ഡ്യൂക്ക് thrust his nose in through the door and said.
എന്താണ് ആർച്ച് ഡ്യൂക്ക് എന്താക്കി അദ്ദേഹത്തിന് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ തല അങ്ങോട്ട് അകത്തേക്ക് ഇട്ട് എന്നിട്ട് ചോദിച്ചു അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഹിസ് നോസ് ഇൻ ത്രൂ ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡോറിൻ്റെ ഇടയിൽ കൂടെ തല ഇങ്ങനെ അകത്തേക്ക് ഇട്ട് ഇങ്ങനെ ഏന്തി നോക്കിയിട്ട് പറയുമല്ലോ, തല ഇട്ട് നോക്കുമല്ലോ, അതുപോലെ പറഞ്ഞിട്ട് അതുപോലെ നോക്കിയിട്ട് പറയാം അല്ലേ. ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിൻറ്റിങ്, ഐ ആം ഈഗർ ടു സീ ഇറ്റ്, ഈസ് ഇറ്റ് റെഡി, എന്താണ് ഇത് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്, ഞാൻ എന്താണ് അത് കാണാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ്, ഇത് റെഡി ആയോ എന്ന് ചോദിച്ചു. ഈസ് ഇറ്റ് റെഡി, റെഡി ആയോ എന്ന് ചോദിച്ചു അല്ലേ. Till said that the picture was being completed and that he needed some more days to finish it. അപ്പോൾ ടിൽ എന്താ പറഞ്ഞത്, ഈ പിക്ചർ കുറച്ചും കൂടി കംപ്ലീറ്റ് ആവാണ്ട് അത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാലേ അത് ഫിനിഷ് ആവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. The Archduke replied that as long as the painting was perfect in every detail. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞത് പെയിൻറ്റിങ് എന്താ പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കണം അല്ലേ, എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ട് ഒരു പെർഫെക്റ്റ് ഉള്ള പെയിൻറ്റിങ് ആയിരിക്കണം എന്ന് ആർച്ച്ഡ്യൂക്ക് റിപ്ലൈ ചെയ്തു അല്ലേ. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ് ആൻഡ് ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 ഡിഡ് നോട്ട് മാറ്റർ ഹി സെഡ് അല്ലേ. എന്താണ് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും ഒരു പ്രശ്നമല്ല അല്ലേ, അത് നല്ല സമാധാനപരമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എന്താണ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആയിരിക്കണം എന്ന് അദ്ദേഹം ആർച്ച്ഡ്യൂക്ക് പറഞ്ഞില്ലേ. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് കണ്ടിന്യൂഡ് ദെയർ മെറി മേക്കിംഗ് ഫോർ അനദർ ഫോർച്ച്നൈറ്റ്. ഓൺ ദ 45th day, once again the Archduke poked his nose in through the door. എന്താണ് ടില്ലും കമ്പാനിയൻസ് എന്താണ് അവരുടെ ബാക്കിയുള്ള ദിവസങ്ങളിലും അവർ അതുപോലെ കഴിഞ്ഞു അല്ലേ, സന്തോഷമായിട്ട് കഴിഞ്ഞ്. 45th day അല്ലേ, 45ാമത്തെ ദിവസം വൺസ് അഗെയിൻ ആർച്ച്ഡ്യൂക്ക് വന്ന് അല്ലേ, അങ്ങോട്ട് എന്താണ് പോക്കഡ് ഹിസ് നോസ് ഇൻ ത്രൂ ദ ഡോർ, ഡോറിൻ്റെ ഉള്ളിൽ കൂടെ തല അകത്തേക്ക് ഇട്ടിട്ട് ചോദിച്ചു അല്ലേ, ഇങ്ങനെ എത്തി വലിച്ചിട്ട് ചോദിച്ചില്ല, ഡോറിൻ്റെ ഉള്ളിൽ കൂടെ തല ഇങ്ങനെ അകത്തേക്ക് ഇട്ടിട്ട് ചോദിക്കുകയാണ് അല്ലേ. ഈസ് ഇൻ ഇറ്റ്സ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്, ഈ സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങൾ പെയിൻറ്റ് അതായത് പിക്ചർ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം ആയില്ലേന്ന് ചോദിച്ചു അല്ലേ, പിക്ചർ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചു അല്ലേ. ഈസ് ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്, എന്താണ് ഈ പിക്ചർ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹി ആസ്ക്ഡ്. ടിൽ സെഡ് ദാറ്റ് ദ പോർട്രേറ്റ് വാസ് ബീങ് ഗിവൺ ദ ഫിനിഷിംഗ് ടച്ചസ്. അപ്പോൾ ടിൽ എന്താ പറഞ്ഞത്, ഇതിപ്പോൾ ഫിനിഷിങ് ടച്ചിലാണ് അല്ലേ, ഈ പോർട്രേറ്റ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിംഗ് ടച്ചിലാണ്, അവസാനത്തെ ടച്ചസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഹി ബെഗ്ഡ് ഫോർ സം മോർ ടൈം, ഇവനെ എന്താക്കി കുറച്ചും കൂടി സമയം നീട്ടി ചോദിച്ചു അല്ലേ. ദ ആർച്ച്ഡ്യൂക്ക് സെഡ് ദാറ്റ് ഹിസ് ഡിലേ ഡിഡ് നോട്ട് മാറ്റർ സോ ലോങ് ആസ് ഹി ഡിഡ് ആൻ എക്സലൻറ്റ് ജോബ്. എന്താണ് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞ എന്താണ് ഡിലേ ആവുന്നത്, ഡിലേ എന്ന് പറഞ്ഞാൽ നേരം വൈകുക അല്ലേ, നേരം വൈകുന്ന കുഴപ്പമില്ല അല്ലേ, അത് എക്സലൻറ്റ് ജോബാണ് ചെയ്തിരിക്കണം അല്ലേ. ബട്ട് ഹി ആഡഡ് അല്ലേ, നീ എക്സലൻറ്റ് ജോബ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എന്താണ് ഡിലേ ആവുന്നത് നേരം വൈകുന്നതിന് പ്രശ്നമില്ല, നോ മാറ്റർ എന്ന് പറഞ്ഞില്ലേ. ബട്ട് ഹി ആഡഡ്, പക്ഷേ അദ്ദേഹം പിന്നെയും ആഡ് ചെയ്ത് എന്താ പറഞ്ഞത്, യു ഷുഡ് ഐദർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. ഓക്കെ, അല്ല നീ എന്താക്കണം, ഈ ചിത്രം കംപ്ലീറ്റ് ആക്കിയ ചിത്രം എന്താക്കുക 15 ദിവസത്തിനുള്ളിൽ കാണിച്ചു തന്നിരിക്കണം, അല്ലെങ്കിൽ എന്താക്കുക നീ ഈ ഫിനിഷ് ആക്കാത്ത ചിത്രം എന്താണ് എന്നെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടിൽ പ്രോമിസ് ടു കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. അപ്പോൾ ടിൽ എന്താക്കി 15 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കും ഈ പിക്ചർ എന്ന് പറഞ്ഞു. സെയിങ് ദാറ്റ് ഓൺലി എ ഫ്യൂ മൈനർ ഡീറ്റെയിൽസ് റിമെയിൻ ടു ബി ഫിൽഡ് ഇൻ. ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിംഗ് നൗ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് ഹി സെഡ്. എന്താണ് ടിൽ പ്രോമിസ് ചെയ്ത് അല്ലേ, എന്താണ് 15 ദിവസത്തിനുള്ളിൽ ഞാൻ എന്താക്കും നിങ്ങൾക്കിത് ഫിനിഷ് ആക്കി തരുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ എന്താക്കി അതിൻ്റെ കൂടുതലും കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ ചിത്രം കണ്ടാൽ ഈ പെയിൻറ്റിങ് കണ്ടാൽ എന്താണ് നിങ്ങളിതിൽ സാറ്റിസ്ഫൈ ആവൂല എന്ന് പറഞ്ഞല്ലേ. 15 ദിവസത്തിനുള്ളിൽ കണ്ടാൽ അത് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്താവുള്ളൂ സാറ്റിസ്ഫൈ ആവുള്ളൂ, ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ എന്താവില്ല സാറ്റിസ്ഫൈ അല്ലേ, തൃപ്തനായില്ല എന്ന് പറഞ്ഞു. Till and his companions enjoyed themselves for yet another fortnight. എന്താക്കി ആ കുറച്ച് ദിവസങ്ങളോടും കൂടി എന്താക്കി ഈ ടില്ലും അവരുടെ ടില്ലിൻ്റെ കമ്പാനിയൻസ് എൻജോയ് ചെയ്തു, ഹാപ്പി ആയിട്ട് അവിടെ തിന്നും കുടിച്ചൊക്കെ നടന്നില്ലേ. ഓൺ ദ 16th morning, 16ാമത്തെ ദിവസം രാവിലെ ആർച്ച്ഡ്യൂക്ക് ഫോഴ്സ്ഡ് ഹിസ് വേ ഇൻ ടു റൂം ആൻഡ് സെഡ്. ആർച്ച്ഡ്യൂക്ക് എന്താക്കി റൂമിലേക്ക് കയറാൻ വെമ്പൽ കൊണ്ടില്ലേ, ഫോഴ്സ് ചെയ്തില്ലേ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എനിക്ക് എന്തെന്നാലും ചിത്രം കണ്ടിരിക്കണം, ഒരു പ്രാവശ്യം എനിക്ക് കണ്ടിരിക്കണം. വേർ ഇസ് ദ പിക്ചർ, എവിടെ ചിത്രം? ഡ്രോ ദോസ് കർട്ടൻസ് അപ്പാർട്ട്. എന്താണ് ഡ്രോ ദോസ് കർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, കർട്ടൻ മാറ്റാനാണ് പറഞ്ഞത്, ഡ്രോ വലിക്കുക. ഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വലിക്കാനല്ലേ, കർട്ടൻ വലിക്കാനാണ്
സൈഡിലോട്ട് വലിക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ദ പിക്ചർ ഈസ് റെഡി മൈ ലോഡ് അനൗൺസ് ടിൽ. അപ്പോൾ ടില്ല് പറഞ്ഞു എന്താ പിക്ചർ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ് വാട്ട്സ് മാറ്റർ ദ ആർച്ച് ആസ്ക്ഡ് അല്ലേ. പിന്നെ നീ എന്താണ് ഈ കർട്ടൻ മാറ്റാത്തതെന്ന് ചോദിച്ചില്ലേ, എന്താ കർട്ടൻ വലിച്ച് മാറ്റാത്തതെന്ന് ആർച്ചിൽ ചോദിക്കാല്ലേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചില്ലേ. ഐ വാണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ സെറ്റിൽ പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് അസംബിൾ ഇൻ ദിസ് റൂം. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്, എനിക്ക് എന്താക്കണം, നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഫേവർ ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. എന്താണ്, പ്ലീസ് ഓർഡർ ചെയ്യണം, എന്താണ് എല്ലാ കോർട്ടിയേഴ്സിനെയും നിങ്ങൾ ഈ റൂമിലേക്ക് അസംബിൾ ചെയ്യണം, എല്ലാവരും ഈ റൂമിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ലേ. വെൻ ദേ ആർ ഹിയർ, അവരെത്തുമ്പോൾ ഐ വാണ്ട് ടു സേ ഫ്യൂ വേർഡ്സ് ടു ദം, എനിക്ക് കുറച്ച് വാക്കുകൾ അവരോട് പറയാണ്ട്. ദെൻ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്, അതിനുശേഷം ഞാൻ എന്താക്കും, ഇനി കർട്ടൻസ് വലിക്കുന്നു പറഞ്ഞു അല്ലേ, കർട്ടൻസ് അവിടെ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. The Archduke ordered all the courtiers to assemble in the hall. Archduke എന്താക്കി ഓർഡർ ചെയ്ത് ഈ കോർട്ടിയേഴ്സിലുള്ള എല്ലാവരും ഈ ഹാളിലേക്ക് അസംബിൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എല്ലാവരും എത്താൻ പറഞ്ഞിട്ട് എന്താണ് ഈ ആർച്ച്ഡ്യൂക്ക് എന്താക്കി ഓർഡർ ചെയ്തു. ടിൽ അഡ്രസ് ദം, അങ്ങനെ ടിൽ എന്താക്കി അവരോട് പറഞ്ഞില്ലേ. മൈ ലോർഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്താണ് രാജാവേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരോടുമാണ് പറയുന്നത് അല്ലേ, രാജാവിനോടൊക്കെ അല്ലേ. ദ പിക്ചർ ഈസ് റെഡി, പിക്ചർ എന്തായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ് ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. നിങ്ങളൊക്കെ ഭയങ്കര ഏബിൾ ആയിരിക്കും അല്ലേ, നിങ്ങൾക്ക് നൗ ബി ഏബിൾ, എന്താ യു വിൽ നൗ ബി ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ, as I draw the curtains to see how well I have done my work. എന്താ അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ ജോലി, ഇപ്പം ഞാൻ ഈ കർട്ടൻ വലിക്കുമ്പോൾ എന്താണ് ഞാൻ എൻ്റെ ജോലി എത്ര നന്നായി ചെയ്തു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. പിന്നെന്താ അവിടെ പറയുന്നത്, യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്, നിങ്ങളെല്ലാവരും എന്താണ് എൻ്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കും. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. എന്താണ് ഈ ചിത്രത്തിന്, എന്നാൽ ഈ ചിത്രത്തിന് എന്താ വളരെ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ്, ഓൺലി ദോസ് എമംഗ് യു who have noble blood in your veins will be able to see these paintings. All the rest, whatever their rank or position, will see nothing but a blank wall. Now I will draw the curtains till flung the curtain aside അല്ലേ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ വർക്ക് കണ്ട എല്ലാവർക്കും തന്നെ എന്താണ് അഭിനന്ദിക്കും അല്ലേ, അഭിനന്ദിക്കും. എന്നാൽ ഈ ചിത്രത്തിന് വളരെ പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് അല്ലേ. എന്താണ്, നിങ്ങളുടെ സിരകളിൽ എന്താണ് നോബിൾ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് അല്ലേ മാത്രമേ ഈ ചിത്രം കാണാൻ കഴിയൂ. അതായത് രാജരക്തം ഉള്ളവർക്ക്, അതായത് ഈ ഒരു നോബിൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ രാജരക്തം അല്ലേ, ഈ രാജരക്തം ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്താവുള്ളൂ എൻ്റെ ഈ പെയിൻറ്റിങ് ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവർ ഓൾ ദ റെസ്റ്റ്, ബാക്കിയുള്ളവർ എന്താണ്, ബാക്കിയുള്ളവർക്ക് അവരുടെ പദവിയോ സ്ഥാനമോ എന്തുമാകട്ടെ അവർക്ക് ഇത് കാണാൻ കഴിയില്ല അല്ലേ. അവർക്ക് കാണാൻ കഴിയുന്ന എന്താണ്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ബ്ലാങ്ക് വാളാണ് കാണാൻ കഴിയുക അല്ലേ, ഒരു ശൂന്യമായ ഒന്നും കാണാൻ കഴിയില്ല. എന്താണ്, ശൂന്യമായ ഒരു മതിലല്ലാതെ മറ്റൊന്നും കാണില്ല. ഞാൻ ഈ തിരശ്ശീല വലിക്കട്ടെ എന്ന് പറയാം അല്ലേ, കർട്ടൻ വലിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഞാൻ തിരശ്ശീല വരയ്ക്കുക, ഈ കർട്ടൻ വലിക്കാൻ പോവാന്ന് പറയുകയാണ് അല്ലേ. അപ്പം നോബിൾ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ വരച്ച ഈ ചിത്രം കാണാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് എന്താണ് ഈ ചിത്രം കാണാൻ കഴിയില്ല അല്ലേ. അവരുടെ റാങ്കോ പൊസിഷനോ ഒന്നും അതിൽ നോ മാറ്ററാണ് അല്ലേ. എന്താണ്, അപ്പം നോബിൾ ബ്ലഡ് ഉള്ളവർക്ക് മാത്രം ഈ ചിത്രം കാണും, അല്ലാത്തവർക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചുമര് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന് ഈ ടില്ല് പറഞ്ഞില്ലേ. എന്നിട്ട് എന്താക്കി ടില്ല് ആ കർട്ടൻ സൈഡിലേക്ക് നീക്കി അല്ലേ, വലിച്ചു. The courtiers outdid one another in showing their admiration for the picture. They praised Till for his splendid painting. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. എന്താ അവിടെ പറയുന്നത്, കോർട്ടിയേഴ്സ് അല്ലേ, കോർട്ടിയേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ആ ചിത്രം കാണിച്ചപ്പോൾ ഈ കോർട്ടിയേഴ്സുള്ള ആൾക്കാരൊക്കെ എന്താ ഭയങ്കര ആരാധന അല്ലേ, ആശ്ചര്യത്തോടൊക്കെ ഭയങ്കര ആരാധനയിലും ഒക്കെ എന്താണ് ഈ ടില്ലിനെ പ്രശംസിക്കുകയാണ് അല്ലേ. ഈ അതിമനോഹരമായ പെയിൻറ്റിങ്ങിനെ എന്താണ് ഈ പ്രശംസിച്ചു അല്ലേ. ചിത്രത്തിൽ ഓരോരുത്തരും എത്ര സ്വാഭാവികവും ആകാംക്ഷയോടും കാണപ്പെടുന്നു എന്ന് അവർ അഭിപ്രായപ്പെട്ടു അല്ലേ. ഓരോരുത്തരും നല്ല അതേപോലെ തന്നെ കാണുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു അല്ലേ. പിന്നെന്താണ്, അവരുടെ ഫ്രണ്ട്സും അതുപോലെ അക്വയൻറ്റൻസ് അല്ലേ, അവരൊക്കെ എന്താണ് അവിടെ ഈഗർലി ആയിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യുകയാണ് അല്ലേ, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്.
അപ്പം ആ ചുമരിലുള്ള ചിത്രത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് എന്താക്കുകയാണ്, അഡ്മയർ ചെയ്യുകയാണ് അല്ലേ, പ്രശംസിക്കുകയാണ് അല്ലേ. ടില്ലിൻ്റെ കഴിവിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇവരെന്താക്കുകയാണ്, സംസാരിക്കുകയാണ് അല്ലേ. All of a sudden, the Duke's justice leaped into the air and shouted, "All of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall." എന്താണ് അപ്പോൾ എല്ലാത്തിനും പുറമെ എന്താണ്, ഒരു പെട്ടെന്ന് ഡ്യൂക്കിൻ്റെ ഒരു ജസ്റ്റർ അല്ലേ, അതായത് തമാശക്കാരൻ എന്താ വായുവിലേക്ക് ചാടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് അല്ലേ, ഒക്കെ വിളിച്ച് പറയുകയാണ് അല്ലേ. ഓൾ ഓഫ് യു നോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു ഫൂളാണ്, വിഡ്ഢിയാണ് അല്ലേ. ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്, എൻ്റെ സിരകളിൽ ബ്ലൂ ബ്ലഡ് അല്ല എന്താണ് ഒഴുകുന്നത് അല്ലേ. ഐ ക്യാൻ സീ നോ പിക്ചർ, എനിക്ക് എന്താ ഒരു പിക്ചറും കാണാൻ കഴിയുന്നില്ല അല്ലേ, കഴിയുന്നില്ല. മറിച്ച് എന്താണ്, ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ, എന്താ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ചുമര എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് ഈ ആള് വിളിച്ചു പറഞ്ഞു അല്ലേ. വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക്, എന്താണ് വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ. ഒബ്സേർവ് ചിൽ, അപ്പോൾ അങ്ങനെ ഒബ്സേർവ് ചെയ്യാണ്ടില്ല അല്ലേ, അതൊക്കെ നോക്കി നിൽക്കുകയാണ് ടില്ല്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ വൈസ് മാൻ ടു വാക്ക്, എന്താണ് വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ ജ്ഞാനികൾ നടക്കേണ്ട സമയമാണ് അല്ലേ. ഈ വൈസ് മാനൊക്കെ അവിടെ നിന്ന് മാറേണ്ട സമയമാണ് വിഡ്ഢികൾ സംസാരിക്കുമ്പോൾ. He calmly strode out of the hall and rode away on his donkey. എന്താ അവൻ ശാന്തമായി ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴുതപ്പുറത്ത് കയറി. The feathers in his cap danced in the gentle breeze. അപ്പോൾ എന്താണ് അവന് അപ്പം കഴുതപ്പുറത്ത് കയറിയിട്ട് എന്താക്കി അവന് പോയി അല്ലേ. അപ്പോൾ എന്താണ് ഫെദേഴ്സ് ഇൻ ഹിസ് ക്യാപ്പിലുണ്ടായിന് ആ തൂവലുകൾ എന്താക്കി ആ ജെന്റിൽ ബ്രീസിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ശരിക്കും എന്താണ് സംഭവം ഇവിടെ, ഇവിടെ ഈ ടില്ല് ചിത്രമൊന്നും വരച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഒരു നമ്പർ ഇട്ടാണ് അല്ലേ, എന്താണ് രാജരക്തമുള്ള ആൾക്കാർക്ക് മാത്രമേ എന്താവുള്ളൂ ഇത് കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടാണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അവസ്ഥ, അപ്പം കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് രാജരക്തമല്ല എന്നൊക്കെ വിചാരിക്കൂലേ. അതുകൊണ്ട് ഇവർ കണ്ട വായിൽ തന്നെ ഇവർ സംസാരിക്കുകയാണ് അല്ലേ. അപ്പം ഇവർ അത് നമ്പർ ഇട്ടതാണ് അല്ലേ. അപ്പം ഈ വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായി പ്രശ്നമായി അല്ലേ. അതിലെന്താക്കി നമ്മുടെ ടില്ല അവിടുന്ന് എന്താണ് രക്ഷപ്പെടുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ സ്റ്റോറി കേട്ടോ. സ്റ്റോറി ഇഷ്ടമായില്ലേ. അപ്പം ഈ സ്റ്റോറി നന്നായി വായിക്കുക കേട്ടോ. ഒക്കെ ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ എഴുതിയതാണ് അല്ലേ. കുറച്ച് സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ്, സാഹിത്യപരമായിട്ട് എഴുതിയ സ്റ്റോറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ ആക്ടിവിറ്റീസൊക്കെ അടുത്ത ഭാഗത്ത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.